അപ്പോൾ ഇന്ന് ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഞാൻ എന്നും ചെയ്യണമെന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. 8:30 ആയപ്പോൾ ഞാൻ എണ്ണീച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തൂത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ഭയങ്കര പൊടിയായിട്ട് ഞാൻ തൂക്കുമായിരുന്നു കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തൂത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ അതിന് കഴിക്കാൻ എടുത്തേക്കുന്നത് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. അപ്പോൾ ഇന്ന് അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എന്നാ പറ്റിയേ? കുറേ പേര് വന്നിട്ടുണ്ട്. എന്നാ പറ്റിയേ? ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് പോണോ വരുന്നേ? ഇവളുടെ പേര് കാത്തു. കാത്തു ജനൽ തുറക്കാനായിരിക്കും. തുറന്നു കൊടുത്തു. കാത്തുനെ കാണുന്നില്ലേ? കാത്തുനെ കണ്ടു. കാട്ടു എൻ്റെ ലിയോക്കുട്ടെ. ഇതാണ് ജിഞ്ചർ. ഈ ഓറഞ്ച് സാധനമാണ് ജിഞ്ചർ. ഇത് ഞാൻ മറ്റേ ടോക്കിംഗ് ടോമൊക്കെ ഇല്ലേ, ടോക്കിംഗ് ടോമിൽ അതിനകത്ത് ഒരു സൈസ് പൂച്ച ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കണ്ടിട്ട് ഈ കളറായെന്ന് പറഞ്ഞ് ഞാൻ ജിഞ്ചറിന് ഇട്ടതാണ്. ഇത് കരിയെ. ഈ കരി ഞാൻ ഈ പേരിടാനുള്ള കാര്യം എന്ന് വെച്ചാൽ മറ്റേ ഏത് വാലാട്ടിക്കകത്ത സിനിമയിൽ ആ പട്ടിയുടെ പേര് അതായിട്ടെ കേട്ടോ. അത് ഞാൻ സിനിമ കണ്ടിട്ട് ഏകദേശം 2-3 ദിവസം കഴിഞ്ഞാണ് ഈ പൂച്ച ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കരിയിൽ നിന്ന് പേരിട്ട്, ആ പട്ടീനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കരിയിൽ നിന്ന് പെട്ടെന്ന് ഇട്ടതാണ്. ഇത് സുപ്രു. ഭയങ്കര പേടിയാണ്. കാണുന്നൊന്ന് ഓടിപ്പോവും അല്ലേടി? ഇത് സുപ്രു. പേരെവിടുന്നേറ്റ് അറിയില്ല. ചുമ്മാ ഇങ്ങനെ കണ്ടാണ് ചുമ്മാ വായിലൊന്ന് വന്നതാണ് സുപ്രു. ഞാൻ അങ്ങനെ പേരിട്ടതാണ്. നല്ല പൊക്കല്ലേ ഇവളുടെ വാല് ഞാൻ കാണിച്ചു തരാം. ഇത് ജനിച്ചപ്പോൾ തൊട്ട് ഇതിന്റെ വാല് ഇത്തിരിയേ ഉള്ളു. അപ്പോൾ ഗൈസ് ഏകദേശം 10 മണിയായി. അപ്പോൾ ഞാൻ ഒരുങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കാഞ്ഞിരപ്പള്ളിക്കാണ്. അതുകൊണ്ട് ഒരുങ്ങണം ഇനി, അത്രേ ഉള്ളു. അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടാ ഗൈസ്. ഞാൻ ഈ ടീഷർട്ടാണ് ഇടുന്നത്. ഇനിയും നമുക്ക് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആകെ മുടി കെട്ടുക, പിന്നെ മുഖത്ത് പൗഡറും ലിപ്സ്റ്റിക്കും പൊട്ടും, അത് മാത്രമാണ് മേക്കപ്പ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്ന മുമ്പേ തന്നെ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് മോയ്സ്ചറൈസർ എടുക്കുക, പിന്നെ പൗഡർ ഇടുക. പൗഡർ ഞാൻ യാർഡ്ലിയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇടുവാണ്. ഞാൻ റെഡ് ലിപ്സ്റ്റിക്കാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പൊട്ടാണ് തൊടുന്നത്. അത് ഞാൻ കൂടുതലും ഐലൈനർ വെച്ചാണ് തൊടാറുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നാണ് ഒരുങ്ങിയത്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ആക്സസറി സെക്ഷനിലോട്ട് പോവാണ്. ആദ്യം തന്നെ ഞാൻ വാച്ചാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ മാലയാണ് ഇടുന്നത്. ഞാൻ പോണിറ്റെയിൽ കെട്ടിയോണ്ട് തന്നെ എനിക്കിത് ഇനി ഊരാതെ അല്ലാതെ ഇടാൻ പറ്റത്തില്ല. അത് ഊരാൻ നല്ല ഈസി ആയിരുന്നു, പക്ഷെ ഇടാൻ നല്ല പാടായിരുന്നു. ഏകദേശം 2-3 തവണയെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേസ്ലെറ്റ് ആണ് ഇടുന്നത്. ഇതും കുറച്ച് പാടായിരുന്നു. പിന്നെ കുറച്ച് യാളിയുടെ സ്പ്രേ മേടിച്ചിട്ട് ഞാൻ റെഡിയായി. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോ എടുക്കാൻ. ഇവിടെ ആകുമ്പോൾ നല്ല വെട്ടമുണ്ട്, അതുകൊണ്ട് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട ജീൻസും ഷൂ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബസ് വന്നു. അപ്പോൾ അതിൽ കയറിയിരുന്ന വീഡിയോ ആണേ. ഫ്രണ്ട് സീറ്റിലായതുകൊണ്ട് നല്ല റോളർ കോസ്റ്റർ വൈബായിരുന്നു ഇറക്കമൊക്കെ ഇറങ്ങിയപ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2ാമത്തെ ബസ്സിലോട്ട് കയറി. പിന്നെ 3ാമത്തെ. ഓക്കെ, സ്ഥലത്തെത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫെൻറ്റാസ്റ്റിക് ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ കഴിച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കുമായിരുന്നു. പാട്ടൊക്കെ വെച്ചിരുന്നോണ്ട് നല്ല വൈബായിട്ട് പോകാൻ പറ്റി. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ തെങ്ങണയിലോട്ട് വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തെങ്ങണാമ്പലത്തിൻ്റെ അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉത്സവമൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുമായിരുന്നു.
ഗൈസ്, അപ്പോൾ ഞാൻ 3 മണിയായപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ തെങ്ങനായിൽ നിന്നൊരു ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അത് കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്ന മാങ്ങ ചെത്തി ഉപ്പും മുളകും ഇട്ടിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോൾ വെളിയിൽ നല്ല കാറ്റുണ്ടായിരുന്നു. കാരണം ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ അവിടെ ഇടിയും മിന്നലൊക്കെ തുടങ്ങും. അപ്പോൾ ഇനിയും ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ കുളിച്ചിട്ട് നേരെ പഠിക്കാൻ കയറി. അപ്പോൾ ഏകദേശം 8:30 ആയപ്പോൾ അച്ഛൻ വന്നു. അപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്നായിരുന്നു. അതുകൊണ്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഗായ്സ്, ഇനിയും നമുക്ക് ഡിന്നർ കഴിക്കാം. അതിന് ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. വേറെ കുറേ കറി വെച്ചിട്ടുണ്ട്, ഞാൻ ചിക്കൻ കറി മാത്രമാണ് എടുത്തത്. ഓക്കെ ഗായ്സ്, അപ്പോൾ 10 മണിയായി. അപ്പോൾ രാവിലെ തൊട്ടുള്ള വ്ളോഗാണ് അത്. ഇപ്പോൾ 10 മണി ആയപ്പോഴാണ് തീർന്നത്. ഏകദേശം ഒരു 8:30 കഴിഞ്ഞപ്പോൾ ഞാൻ എടുക്കാൻ തുടങ്ങി. 9 മണിയായ അറിയത്തില്ല, 8:30ക്കാണ് ഞാൻ എന്നുവെച്ചാൽ അത് കുറച്ച് നേരം കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത്ര നേരം തൊട്ട് 10 മണി വരെയുള്ള വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാൽ എന്തായെങ്കിലും സബ്സ്ക്രൈബും ലൈക്കും കമൻ്റ് എല്ലാം ചെയ്യണേ. ബൈ.